ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യണ കാണിക്കണം. ഇപ്പോൾ എവിടേക്കായി പോക്ക് നിൽക്കാറില്ല. അതിന് മുമ്പായിട്ട് പറയാം, ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്നുള്ളത് ഒരു ഡേ മൈ ലൈഫായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഡേ മൈ ലൈഫായിട്ട് പറയുമ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി നമുക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിനിടുന്ന ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആ ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം നിക്കാഹ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ നിക്കാഹിനിട്ട ഡ്രസ്സിൻ്റെ കത്തിപ്പോയിട്ടാണ് അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടാ എങ്ങനെ കത്തി എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എവിടെ പോകണമെന്ന് വെച്ചാൽ രാവിലെ ചായ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനും ഹസ്സും കുട്ടികളും കൂടി നേരെ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. കോഴിക്കോട്ട് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു അന്തരീക്ഷമല്ലേ. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടാ നമ്മൾ സൈലുണ്ടല്ലോ, സൈലം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ കേട്ടോ. എല്ലാവർക്കും അറിയണേ കാരണം യൂട്യൂബ് തന്നാൽ ഫുള്ളായിട്ട് ഇവരെ പരസ്യം തന്നെയാണ് അധികം എല്ലായിടത്തുണ്ട്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒരു എൻക്വയറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയ കുറച്ച് ഇപ്പുറത്തായിട്ടാണ്. നമ്മൾ മാവൂർ റോട്ടിലാണ് തോന്നുന്നു, കറക്റ്റ് ലൊക്കേഷൻ മറന്നുപോയി. പിന്നെ അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ എൻക്വയറി എന്തിനാണെന്ന് ചോദിച്ചാൽ മോനക്ക് വേണ്ടിയിട്ട്, ഷാനുട്ടന് വേണ്ടിയിട്ടാണ്. അവൻ ഇപ്രാവശ്യം 10th ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്തി ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്നാണ് എന്താ പറയുക, അവരുടെ അതിൻ്റെ മുമ്പായിട്ട് ഇവർക്കൊരു സ്ക്രീൻ ടെസ്റ്റൊക്കെ ഉണ്ടാകും. അതൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അതാ നല്ല ഫുൾ സെറ്റപ്പില്ല കേട്ടോ. പക്ഷേ ഇവിടെ റിപ്പീറ്റേഴ്സുള്ള ക്ലാസ് മാത്രമേ ഉള്ളൂ ഈ ബിൽഡിങ്ങിൽ. പിന്നെ പോലെ ഓഫീസുമാണ് ഈ ഒരു ബിൽഡിങ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ഇൻ്റർഗ്രേറ്റഡ് ആയിട്ട് +1 +2 ചെയ്യുന്നവർക്ക് ഇതിലല്ല പഠനം. അവർ സെപ്പറേറ്റ് ഒരു 4-5 സ്ഥലത്ത് ഒരു സ്കൂൾ ബേസ്ഡ് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഇതിന് മുമ്പായിട്ട് ബ്രില്യൻറ്റിലൊന്ന് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ സൈത്തൂണിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്നുള്ള തീരുമാനമായിട്ടില്ല, വെറുതെ അങ്ങനെ അന്വേഷിച്ച് നടക്കുള്ളൂ. അടുത്ത വർഷത്തേക്കല്ലേ ഇനി സമയമുണ്ടല്ലോ. പിന്നെ ഇതാ ഞങ്ങൾ ഉച്ച സമയത്തുണ്ട്. ഞങ്ങൾ നേരെ ഹോട്ടൽ പെരകൾക്ക് പോയത്. പെരകളിൽ ബിരിയാണി കഴിക്കാച്ചിട്ട് പോയത് കേട്ടോ. ഉച്ച സമയമായിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ മഹാ തിരക്കിട്ടാ, ഭയങ്കര ക്യൂ. പുറത്തൊക്കെ ആൾ വെയിറ്റിങ്ങിലിട്ട ഭക്ഷണത്തിന് വേണ്ടി. കോഴിക്കോട് ചെന്നുള്ള അവസ്ഥ തന്നെയാണ്. നല്ലൊരു ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ടേബിൾ ഒഴിഞ്ഞ് കിട്ടണമെന്ന് കിട്ടപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് പെരകളിൽ കഴിച്ചില്ല. അവിടുത്തെ തിരക്ക് കാണണം കേട്ടോ. പിന്നെ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഒട്ടും മോശമില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ടേബിൾ ഒഴിഞ്ഞ് കിട്ടി. അപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ. കോഴിക്കോട് നമ്മൾ ഭക്ഷണത്തിന് ബിരിയാണി കഴിക്കാൻ കയറിയാൽ ഇതാണ് അവസ്ഥ. 2-3 മണിക്കൂർ, ഞാൻ പറയാം 2-3 മണിക്കൂർ വണ്ടിയിട്ട് കറങ്ങും വേണം. പോരാത്തിന് ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്നാൽ ക്യൂ നിൽക്കും വേണ്ടി വരും. അത്രക്കും തിരക്കേക്കര അവിടുത്തെ ബിരിയാണിക്കൊക്കെ അത്രക്കും ഡിമാൻഡാണല്ലോ. പിന്നെന്താ, നമ്മൾ ചില്ലർക്ക് പകരം കിട്ടിയ കടല മിഠായി ഉണ്ടല്ലോ, അതും തിന്നുകൊണ്ട് വണ്ടിയിലിരിക്കാൻ കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരു ഹസ്സിന് കുറച്ച് ഷർട്ട് പീസും പാൻറ് പീസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു തിരിച്ചു പോകുമ്പോൾ കൊണ്ടാകാൻ. അപ്പോൾ റൈമണ്ടിൻ്റെ ഷോറൂമിൽ കയറിയത്. ഇത് നമ്മുടെ ചെറുട്ടി റോഡിലുള്ള ഷോറൂമാണ് കേട്ടോ. വണ്ടിയിൽ കയറിയപ്പോൾ തുടങ്ങിയ മിഠായി കഴിക്കലാണ് ഇവരൊക്കെ. വീട്ടിൽ നിന്ന് കുറേ മിഠായി കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെല്ലിനോടത്തുനിന്ന് മുഴുവൻ അതും വാങ്ങിക്കൂട്ടുന്നുണ്ട് കേട്ടോ. ഹണിക്ക് പിന്നെ ക്യാമറ കണ്ട ഡാൻസാണ് മുന്നിൽ വരില്ല. പിന്നെ ഇങ്ങനത്തെ ഷോറൂമിൽ കയറി അറിയാമല്ലോ, അധികം റഷൊന്നും ഉണ്ടാവില്ല. നല്ല ഒഴിഞ്ഞ് വിശാലമായിട്ട് ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇരുന്ന് നമുക്ക് സ്വസ്ഥതയിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഹസ്സിന് ആവശ്യമുള്ള എന്തൊക്കെയാണ്, കുറച്ച് ലൈറ്റ് കളർ വേണം, ഡാർക്ക് കളർ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒരുപാട് വാരി വലിച്ചിട്ട്, പിന്നെ നമ്മൾ സ്വഭാവമാണല്ലോ ഒരുപാട് വാരി വലിച്ചിട്ട് അതിന് കുറച്ച് എടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമാണല്ലോ. അതൊക്കെ എടുത്ത് ഇതാ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ പീസൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്തൊക്കെ. ഇനി നമുക്ക് നേരെ പോകാനുള്ള വീട്ടിലേക്ക് കേട്ടോ. ഇനി ഇവിടെ നിൽക്കണില്ല, കാരണം നമുക്ക് അസറിൻ്റെ ശേഷം ഒരു പ്രോഗ്രാമുണ്ട്, നിക്കാഹാണ്. കസിൻ്റെ കേട്ടോ. കസിൻ്റെ അറിയുമ്പോൾ ഉമ്മാൻ്റെ ആങ്ങളുടെ മോൾതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വേഗം എത്തണം, നമുക്ക് വീട്ടിൽ തന്നെ എത്തണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിന്നെ അതൊക്കെ ബില്ല് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയിട്ടാ. സാധാരണ ഇങ്ങനെ കോഴിക്കോട്ടേക്ക് വന്നാൽ പെട്ടെന്ന് തിരിച്ച് പോകാറില്ല. കുട്ടികൾ എങ്ങനെയായാലും ഹൈലൈറ്റ് മാളിലും അവിടെ ഗെയിം സെൻറ്ററിലൊക്കെ കയറ്റിയിട്ടേ വിടാറുള്ളൂ. അത് പിന്നെ ആദ്യമേ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്, നേരെ വേഗം വരേണ്ടി വരുന്നുണ്ട് കണ്ടു. അങ്ങനെ വീട്ടിലെത്തി ഇതേ ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറിയേന് കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ഈ നിക്കാഹ് ഫംഗ്ഷന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഇത് ഡ്രസ് കോഡാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ട്, നാത്തുമാർക്കും പിന്നെ കസിൻസിനൊക്കെ ഉണ്ട് കേട്ടോ. 20 പീസോ അങ്ങനെ എന്തോ ഉണ്ട്, എത്ര പീസോ കറക്റ്റും അറിയില്ല, 20 പീസാണ് തോന്നുന്നു. ഇത് ഞങ്ങളൊരു കസിൻ ഉണ്ട് ബാംഗ്ലൂർ. അവൾ അവിടുന്ന് നമ്മൾ മെഷർമെൻറ്റൊക്കെ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത്, അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വർക്കൊക്കെ തുണി അവിടെ നിന്ന് തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എല്ലാവരുടെ അളവിലും.
ചെറിയൊരു ആൾട്ടറിൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തലേന്നൊക്കെ ആയിട്ട് തീർത്തു. പിന്നെന്താ തലയിൽ എന്താണെന്നുണ്ടാവില്ലേ ചോദ്യം. തലയിലൊന്നുമില്ല, എല്ലാവരും അങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വെക്കുന്നുണ്ടായിരുന്നു. ബ്രെഡ് മെയ്ഡ്സൊക്കെ അങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഞാനങ്ങനെ ഒന്നും വെക്കാറില്ല, പിന്നെ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ വെച്ച് വെക്കണത് കേട്ടോ. നമ്മൾ വെന്നിയൂർ പരപ്പൻ സ്ക്വയറിലുണ്ടല്ലോ, അതിനാണ് പരിപാടി നടക്കുന്നത്, ഫംഗ്ഷൻ നടക്കട്ടെ. വെന്നിയൂരൊക്കെ റോഡ് പണിയായിട്ട് കണ്ടില്ല, നല്ല പൊടിയാണ് കേട്ടോ. ഗ്ലാസ്സും താത്തി പോകാനേ പറ്റത്തില്ല. ഒരുപാട് തിരിഞ്ഞ് പറഞ്ഞ് പോകും വേണം. അതെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ആകെ ഒരു എന്താ പറയുക, തലയിൽ ഒരു ഹെയർ ഇതൊക്കെ വെച്ചപ്പോൾ ഒരു മടി ഇട്ടിട്ട് എനിക്ക്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എല്ലാവരും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഈ ഡ്രസ് കോഡുള്ളവരെല്ലാവരും വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അവരെ കൂട്ടത്തിൽ കണ്ട് ചേർന്നപ്പോൾ എനിക്ക് പ്രശ്നമില്ലാതായിട്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു മടി ഉണ്ടായിരുന്നു. ഡ്രസ്സ് അങ്ങനെ സൂപ്പറല്ലേ? ഡ്രസ്സ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് ഏകദേശം 6200 6200 ഇതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതെനിക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡ്രസ്സ് കത്തിപ്പോയി. ഈ ഡ്രസ്സ് എൻ്റെ അടുത്ത് കത്തിയിട്ട് ഈ പരിപാടിക്കിടയിൽ ഒരു ചെറുതായിട്ടൊന്ന് തീ പിടിച്ചത്, ആകെ നാശമായി. പിന്നെ കാണിച്ചതിൻ്റെ നാശമായ ഭാഗങ്ങളൊക്കെ ലാസ്റ്റ് കാണിച്ചു തരട്ടോ. ഇവരൊക്കെ നമ്മൾ കസിൻസ് കേട്ടോ. എൻ്റെ ഹസ്സിൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫാമിലി അല്ല, ഹസ്സിൻ്റെ അമ്മാൻ്റെ ഫാമിലിയാണ്. എൻ്റെ നാത്തുമാരുണ്ട് കേട്ടോ ഈ ഡ്രസ്സിൽ, 2 നാത്തുമാരുണ്ട്. എൻ്റെ ഇളച്ചി അവൾ ഇന്നലെ സൗദിയിൽ നിന്ന് വന്നത്, അതുകൊണ്ട് അവൾക്ക് ഡ്രസ് കോഡിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫാനാട്ടോ, പരപ്പൻ സ്ക്വയറിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാനാണ്. പിന്നെ അത് നിക്കാഹ് നടക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഹസൻ്റെ ശേഷമാണ് നിക്കാഹ് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട്ട് നിന്നാണ് വരാൻ കേട്ടോ. നിക്കാഹ് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും മധുരം കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, നട്സും ഈത്തപ്പഴമൊക്കെ തന്നെ. പാണക്കാട് തങ്ങന്മാരാണ് കേട്ടോ നിക്കാഹൊക്കെ നടത്താൻ വന്നത്. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവർ മടങ്ങുന്നുണ്ട്. ഇനിയാണ് നമ്മളെ പരിപാടികളൊക്കെ വരുന്നത് കേട്ടോ. നമ്മളെ ഡാൻസും പരിപാടികളും ഫോട്ടോ എടുപ്പും പെണ്ണിൻ്റെ എൻട്രിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതാ നമ്മളെ ബ്രൈഡ് ഇതാ മുകളിൽ നിൽക്കുന്നുണ്ട്. നിക്കാഹായതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല, മുകളിൽ മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ബ്രൈഡിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാമല്ലോ, സൂപ്പർ കേട്ടോ, സൂപ്പർ ഗൗണാണ്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു ബൊക്ക ഉണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ചെറുക്കൻ വന്നിട്ടുണ്ട്, സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. വരൻ വന്ന് സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണിനെ ഇറക്കണം കേട്ടോ, ബ്രൈഡിനെ ഇറക്കണം. ബ്രൈഡ് എൻട്രി ഉണ്ട് കേട്ടോ. എൻട്രിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത് എല്ലാവരും കേട്ടോ. വരിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ബ്രൈഡിനെ നമ്മൾ കൊണ്ടുപോകുന്ന ഈ ഒരു സമയത്താണ് എൻ്റെ ഡ്രസ്സിന് തീ പിടിച്ചിട്ടാണ് ആ ഒരു മേശാപ്പൂത്തിരിണ്ടല്ലോ അത് കത്തിക്കുന്നുണ്ട് ഇവരിട്ടാ. ഇവൻറ്റിൻ്റെ ടീം അത് കത്തിക്കുമ്പോൾ അത് ജസ്റ്റിൻ്റെ ഡ്രസ്സിൽ തട്ടിയിട്ട് ആകെ തെറിച്ച് പോകണ്ടില്ല. ഞാൻ ഈ ആരോ മാർക്കിട്ടിന് ഈ ഒരു സമയത്തട്ടാ എൻ്റെ ഡ്രസ്സ് വെക്കണം അത് മറിഞ്ഞതിട്ടാ. അങ്ങനെ കത്തിയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് മേത്തേക്ക് നമ്മുടെ ശരീരത്തേക്ക് വന്നിട്ടില്ല. അതിൻ്റെ അടുക്ക് തന്നെ അതുകൊണ്ട് എന്താ പറയുക കത്തിയിട്ട് ചൂടിൽ ഉരുകിയതാണ്, അത് തീ പിടിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഡ്രസ്സൊക്കെ കേടായിട്ടാ.
ബ്രൈഡിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഞാൻ ആദ്യം പറയാൻ മറന്നു. സൂപ്പർ കേട്ടോ, നല്ല വൈറ്റ് ഗൗണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവളത് ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അത് സൗദിയിൽ നിന്ന് കൊടുന്നു കേട്ടോ. അവരവിടുന്ന് സൗദിയിൽ അധികം ബ്രൈഡിന് ഇങ്ങനത്തെ ഡ്രസ്സുകൾ വരില്ല. ഒരു കല്യാണ ഡ്രസ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വെയ്ത്താലുണ്ടല്ലോ, റെഡ് ഡ്രസ്സ് കംപ്ലീറ്റ് വെയ്ത്താലുണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ ലുക്ക് തന്നെ വേറെ കേട്ടോ. സൂപ്പറായിരുന്നു സംഭവം. ഈ ഡ്രസ് കോഡ് ഇട്ടാൽ നമുക്ക് പണി കിട്ടും. എന്ന് വെച്ചാൽ ഈ ഫോട്ടോക്കും പരിപാടിക്കൊക്കെ നമ്മളിങ്ങനെ നിൽക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് പിന്നെ എനിക്ക് മനസ്സിലായത് നമുക്ക് പണി തരേണ്ട കേസാണെന്നുള്ളത്. ഏതെല്ലാം ചെയ്തതല്ലേ, എനിക്ക് വേറെ കൂടെ ഒക്കെ നിന്നു, അതിലൊക്കെ പങ്കെടുത്തു കേട്ടോ. പിന്നെ അതെന്താ അവിടെ മഹർ കെട്ടലും വാച്ച് കെട്ടലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ. പക്ഷേ എന്താ 5-6 ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം. പക്ഷേ ഒരുപാട് ഐറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ 1-2 ഐറ്റം എടുക്കാറുള്ളൂ. എല്ലാം കൂടി നമ്മളെ കൊണ്ട് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒന്നിനും ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ബ്രോസ്റ്റും കുറച്ച് ബിരിയാണി എടുത്ത് വേറെ ഒന്നും എടുക്കാൻ പോയിട്ടില്ല. പിന്നെ ഒരു സലാഡും കാര്യങ്ങളൊക്കെ കഴിച്ചോട്ടെ. എനിക്ക് സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ചെന്നാലും സലാഡ് കുറച്ച് കൂടുതൽ കഴിക്കൂട്ടാ. പിന്നെ അതാ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ഇവിടെയും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നിക്കാഹ് ഒരു കളറേനു കേട്ടോ. സംഭവം സൂപ്പറേനു. നമ്മളിത് നല്ല ചൂടുള്ള ചായയും കോഫിയൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ക്ലാസ്സൊക്കെ കൊടുത്ത് ഇങ്ങനെ കഴിക്കാനും കുടിച്ച് ഇങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ ആസ്വദിച്ചിരിക്കാനും കേട്ടോ. പിന്നെ ഒരു 10 മണിക്ക് ശേഷം ഞങ്ങൾ പോകുന്നു കേട്ടോ. പരിപാടി അവസാനിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ പിന്നെ പോകുന്നു കേട്ടോ. വീട്ടിൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ പോന്നു. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഡ്രസ്സ് കത്തി ഞാൻ കാണിച്ചു തരട്ടെ. ഞാൻ പിറ്റേന്നാണ് പിന്നെ ഇതിന് വീഡിയോ എടുക്കുന്നത്. നമ്മൾ സ്ലീവ് ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 2 മീറ്ററോളം തുണി സ്ലീവും അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഒരു ഷോള് പോലെ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അതൊരു ഭംഗിയാണ് കേട്ടോ സംഭവം. ഇതെനിക്ക് ഉപകാരപ്പെട്ടു. കാരണം എൻ്റെ ഡ്രസ്സ് കത്തിയപ്പോൾ ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചത് ഈ ഒരു ഭാഗം കൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഷാള് ഇങ്ങനെ സ്ലീവ് തൂങ്ങുണ്ടല്ലോ, ആ തൂങ്ങി കിടക്കുന്ന ഭാഗം കൊണ്ടാണ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ട്. ഇത് കണ്ടില്ലേ, വലിയൊരു ഹോളായിരിക്കും. ഭാഗ്യത്തിനാണ് എൻ്റെ കാൽമക്കൊക്കെ വരാൻ. എൻ്റെ കാല് ചൂടായിട്ടാ. പെട്ടെന്ന് അവിടുന്ന് ചാടി ഇങ്ങനെ തട്ടിയപ്പോൾ അതുകൊണ്ട് തീയാണ്ട് പോയിട്ട് എൻ്റെ മേത്തുനിന്ന്. അല്ലഞ്ഞാൽ എൻ്റെ ഒറ്റ പിടുത്തം പിടിച്ചിട്ട് എൻ്റെ കാൽമക്കും മേത്തൊക്കെ കൂടി പരിപാടിയൊക്കെ ഉസാറായിന്. പിന്നെ ഇനിയിപ്പോൾ അതൊന്നിനും പറ്റൂല. ഇനിയിപ്പോൾ അരഭാഗം പാവാടൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയിട്ട് അവിടെ വേറെ വെക്കുക, അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. അല്ലാതെ വേറെ ഒന്നും എന്തെങ്കിലും ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സായതുകൊണ്ട് അധികം സാധാരണ ഇടാനും പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നല്ലൊരു പരിപാടിക്ക് ഇടാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യണം. ഏതായാലും ഇപ്പോഴും മടക്കിയിട്ട് അലമാരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.